വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരവാളൂർ യൂണിറ്റിന്റെ ഓഫീസ് ഉദ്ഘാടനവും ജില്ലാ ഭാരവാഹികളെയും പുനലൂർ മണ്ഡലം ഭാരവാഹികളെയും ആദരിക്കലും നടത്തി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊല്ലം ജില്ലാ പ്രസിഡന്റും സംസ്ഥാന ട്രഷററുമായ എസ് ദേവരാജൻ ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ഭദ്രദീപം കൊളുത്തി നിർവഹിച്ചു. നമ്മുടെ ഒരു 10 വർഷത്തിന് മുൻപൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ വലിയ വ്യാപാരങ്ങൾ ഗണ്യമായി കുറവായിരുന്നു. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന തരത്തിൽ പോലും അത് സൃഷ്ടിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത്തരം വ്യാപാരങ്ങളൊക്കെ ഓൺലൈൻ വ്യാപാരമായാലും വഴിയോര വ്യാപാരമായാലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കടന്നുവരവായാലും ഒക്കെ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ പോലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. അവർ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താനുള്ള വ്യഗ്രത അവർ കാണിക്കുമ്പോൾ നമ്മൾ കുടുംബം പുലർത്താനായി വ്യാപാരം തൊഴിലായി സ്വീകരിച്ചെടുക്കുന്ന സാധാരണ വ്യാപാരികളാണ് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കുവാനും അതിനൊരു പരിഹാരം കാണുവാനും തക്ക തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം പോലും നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഓൺലൈൻ വ്യാപാരം എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര സാധാരണമായി നമുക്ക് എല്ലാവർക്കും അറിയുന്ന തരത്തിൽ പോലും അത് സൃഷ്ടിപ്പെട്ടിട്ടില്ല. എന്നാൽ ഇത്തരം വ്യാപാരങ്ങളൊക്കെ ഓൺലൈൻ വ്യാപാരമായാലും വഴിയോര വ്യാപാരമായാലും അതുപോലെ തന്നെ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ കടന്നുവരവായാലും ഒക്കെ വലിയ തോതിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ ഇപ്പോൾ ഗ്രാമാന്തരങ്ങളിൽ പോലും സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നു. അവർ ശാഖകളുടെ എണ്ണം വർദ്ധിപ്പിച്ച് ഏറ്റവും മുൻപന്തിയിലേക്ക് എത്താനുള്ള വ്യഗ്രത അവർ കാണിക്കുമ്പോൾ നമ്മൾ കുടുംബം പുലർത്താനായി വ്യാപാരം തൊഴിലായി സ്വീകരിച്ചെടുക്കുന്ന സാധാരണ വ്യാപാരികളാണ് അവരുടെ തൊഴിൽ നഷ്ടപ്പെട്ട് അല്ലെങ്കിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു തരത്തിലേക്ക് പോകുന്നത് എന്ന് ചിന്തിക്കുവാനും അതിനൊരു പരിഹാരം കാണുവാനും തക്ക തരത്തിലുള്ള ഒരു ഭരണ സംവിധാനം പോലും നമ്മുടെ രാജ്യത്ത് സംസ്ഥാനത്ത് ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. കരവാളൂർ മാർക്കറ്റ് ജംഗ്ഷനിലുള്ള ഓഫീസിൽ സംഘടിപ്പിച്ച യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് സുദർശനൻ പിള്ള അധ്യക്ഷനായിരുന്നു. സംഘടന എന്ന് പറയുമ്പോൾ സംഘടനയ്ക്ക് ഒരു ആസ്ഥാനം വേണം, സംഘടനയ്ക്കൊരു ബോർഡ് വേണം. പൊടി കെട്ടാൻ നമുക്ക് സ്വന്തമായിട്ടായാലും അല്ലെങ്കിൽ വാടകയ്ക്കായാലും നമ്മുടെ ഒരു ഇത് വേണം എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളിങ്ങനെ ഒരു ഓഫീസ് ഇവിടെ എടുത്ത് അതിന്റെ ഒരു ഉദ്ഘാടനം നമ്മുടെ ജില്ലാ നേതാക്കന്മാരെ ക്ഷണിച്ചു വരുത്തി നടത്തണമെന്ന് എക്സിക്യൂട്ടീവ് അങ്ങനത്തെ തീരുമാനം ഉണ്ടാവുകയും ആ തീരുമാനം ഇന്ന് ഈശ്വരാനുഗ്രഹത്താൽ ഇന്ന് പ്രാബല്യത്തിലാവുകയും ചെയ്യാറ്. അപ്പൊ ഇതൊരു വളരെ അഭിമാന മുഹൂർത്തമാണ്, വളരെ സന്തോഷം ഉള്ളൊരു മുഹൂർത്തമാണ്. പ്രത്യേകിച്ച് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം, കരവോളത്തെ വ്യാപാരി സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു ഇതാണ്. നമുക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നൊരു അടിയന്തര ഒരു പ്രശ്നം നമുക്ക് കൊള്ളണമെന്നുണ്ടെങ്കിൽ ഇതുവരെ ഞങ്ങൾ ചെയ്തിട്ടുണ്ടോ ശിവദത്തിന്റെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ശിവദത്തിന്റെ ജനറൽ സെക്രട്ടറിയുടെ ഓഫീസിലോ അല്ലെങ്കിൽ മുൻ പ്രസിഡന്റിന്റെ വീട്ടിന്റെ പോർച്ചിലോ അല്ലെങ്കിൽ ചുറ്റോട്ടിലോ ഇന്നൊക്കെ നമ്മൾ ചെയ്തിരുന്നു. ഇവരെല്ലാവരും വേണ്ടുന്ന സൗകര്യങ്ങൾ നമുക്ക് പലപ്പോഴായിട്ട് ചെയ്തു. മാത്ര സർവീസ് സഹകരണ ബാങ്ക് ബോർഡ് മെമ്പറും യൂണിറ്റ് വൈസ് പ്രസിഡന്റുമായ ശിശുപാലൻ സ്വാഗതം പറഞ്ഞു. കൊല്ലം ജില്ലാ സെക്രട്ടറി ജോജോ കെ എബ്രഹാം മുഖ്യ പ്രഭാഷണം നടത്തി. അവന് ഒരു കുടുംബം ഉണ്ടായിരിക്കുക, ഒരു ആസ്ഥാനം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ സ്വപ്നമാണ്. ഒരുപക്ഷെ വീടില്ലാത്ത ഒരാളിന് മാത്രമേ ഒരു വീടിനെ കുറിച്ച് സ്വപ്നം കാണാൻ കഴിയൂ. ആ സ്വപ്നത്തിന്റെ അർത്ഥം എന്താണ് എന്ന് വീടുള്ള എത്ര പേര് ചിന്തിച്ചാലും ഒരുപക്ഷെ അതിന്റെ പൂർണ്ണതയിൽ മനസ്സിലാക്കി. വ്യക്തിപരമായിട്ട് ഇന്ന് അങ്ങനെ ഒരാളിനെ കാണാൻ കഴിയും. നല്ല കണ്ടത് ആളുകൾക്ക് കണ്ടു. അവർക്കൊരു ക്രമീകരണം ഉണ്ടാക്കിയിട്ടാണ് ഞാൻ ഇന്നിപ്പോ ഇവിടെ വരുന്നത്. അങ്ങനെ ഒരു കുടുംബം പുറത്തോട്ട് താമസിക്കുന്ന ഒരു കുടുംബം ഞാനത് പറഞ്ഞത് ആരെ സംബന്ധിച്ച് വ്യക്തി എന്ന് പറഞ്ഞാൽ ഒരു പ്രസ്ഥാനമായിരുന്നത് അവിടെ ഒരു ആസ്ഥാനം ഉണ്ടാകുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ളതാണ്. നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ച ഘടകമാണ്. ഞാനിവിടെ വന്ന് ഞങ്ങളിവിടെ വന്നിട്ട് അത് പറഞ്ഞിട്ട് പോകുന്നത് നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിച്ച ഘടകമാണ്. നമ്മൾ എന്തുകൊണ്ട് ഒരുമിച്ച് വന്നു? സംഘടന
എന്തുകൊണ്ട് സംഘടനയിൽ ഒരുമിച്ചു? നമ്മുടെ കൂട്ടായ്മ നമുക്ക് ഈ കാലഘട്ടത്തിൽ എന്തിനു വേണ്ടി ഒരുമിച്ചു? നമ്മൾ നിലനിൽക്കും. പുനലൂർ മണ്ഡലം പ്രസിഡന്റ് ഇടമുളയ്ക്കൽ ഗോപാലകൃഷ്ണൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് ജോസ് ബാലരമ്മ, മണ്ഡലം എക്സിക്യൂട്ടീവ് മെമ്പർ മോഹനൻ നായർ പി, കരവാളൂർ യൂണിറ്റ് ട്രഷറർ ജിനു തോമസ്, ജോയിന്റ് സെക്രട്ടറി അനീഷ് ബോസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വാങ്ങി അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടി നമ്മുടെ ജില്ലാ നേതാക്കന്മാരുടെ ആഗ്രഹം അത് സഫലമാവുന്നതിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പ്രവർത്തിക്കാം. അതിനുവേണ്ടി ഞങ്ങൾ തയ്യാറെടുക്കുന്നതാണ്. അതിനുവേണ്ടുന്ന എല്ലാ ദൈവകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വളരെയധികം ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമുക്കുള്ളത്. ഇന്നത്തെ ഒരു ചെറുകിട വ്യാപാരി രാവിലെ കട തുറന്നാൽ വൈകുന്നേരം വരെ രണ്ടറ്റം മുട്ടിക്കുവാൻ നന്നേ പാടുപെടുന്ന ഈ സാഹചര്യത്തിൽ സംഘടനയുടെ പിൻബലമില്ലാതെ ഒരു വ്യാപാരിക്കും ഒരു പട്ടണത്തിലും വ്യാപാരം ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്നുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഒരു ചെറുകിട വ്യാപാരിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹസ്പർശം വ്യാപാരി കുടുംബ സുരക്ഷാ പദ്ധതി എന്നുള്ള അത്യുജ്വലമായ മഹത്തരമായ ഈ പദ്ധതിയുടെ പ്രസക്തി ഓരോ യൂണിറ്റിലെയും മെമ്പർമാരും ഭാരവാഹികളും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഊന്നി പറയുന്ന കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പട്ടണത്തിൽ എടുത്തിരുന്നാലും രണ്ട് തരത്തിലുള്ള വ്യാപാരികൾ ഉണ്ടാവും. ഒന്ന് സാമ്പത്തികപരമായി വളരെയധികം മുന്നിൽ നിൽക്കുന്നവർ, രണ്ടാം സ്ഥാനം ഏറ്റവും താഴെക്കിടയിലുള്ള വ്യക്തികളാണ്. എന്നാൽ ഈ ഏറ്റവും താഴെയുള്ള ചെറുകിട വ്യാപാരിക്ക് പോലും നമ്മളുടെ സ്നേഹസ്പർശം കുടുംബ സുരക്ഷാ പദ്ധതി എത്തിക്കേണ്ടത് ഓരോ യൂണിറ്റിലെയും ഓരോ ഭാരവാഹികളുടെയും എക്സിക്യൂട്ടീവ് മെമ്പർമാരുടെയും കുടുംബാംഗങ്ങളുടെയും ബാധ്യതയാണ്, കടമയാണ്. ആരും മറന്നുപോയി. ഒരിക്കലും റോഡ് ചെയ്യുന്ന മറ്റു വീടുകളിൽ നിന്നുകൊണ്ട് ഈ യൂണിറ്റിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ആലോചിക്കാതെ വ്യക്തമായ രീതിയിൽ ഈ ഓഫീസിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണം. ബോർഡ് വെക്കണം, ബോർഡ് നല്ലത്. അപ്പോ കരവാള യൂണിറ്റ് നമ്മള് സത്യത്തിൽ നല്ലൊരു യൂണിറ്റായിട്ട് മാറാനായിട്ട് ഒരു തിരക്കെടുപ്പ് ചർച്ച ചെയ്യുകയാണ്. എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. യൂണിറ്റ് ട്രഷറർ മുരളീധരൻ പിള്ള നന്ദി പറഞ്ഞു. റിപ്പോർട്ടർ സജി അഞ്ചൽ. രാധാസ്, ചൗക്ക് റോഡ്, പുനലൂർ. 2 പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു. പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ, കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം. കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു. കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് 1000 നന്ദി.